ചരിത്രമാണോ എന്നറിയില്ല, അതല്ല വെറും കെട്ടുകഥയാണോ എന്നറിയില്ല. കെട്ടുകഥയാണെങ്കിലും ചരിത്രമാണെങ്കിലും ആ വാചകമാണ് മലയാളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ഒരു മഹാരാജാവിന്, ഒരു ചക്രവർത്തിക്ക്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ വാചകം എന്ന് ഞാൻ പറയുന്നത്. അതിങ്ങനെയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിന് കല്ലിട്ടിട്ട് തിരിച്ചു ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അരാജകത്വത്തിന് കല്ലിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അരാജകത്വത്തിന് ശിലവാകിയിട്ട് തിരിച്ചു ചെന്ന് അത് സ്വന്തം വേണ്ടപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞ ഒരു രാജവംശത്തിന്റെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ഈ തിരുവിതാംകൂറിന്റെയും ഈ അനന്തപുരിയുടെയും ചരിത്രം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് യാതൊരു നാണക്കേടും തോന്നേണ്ട കാര്യമില്ല. ജനകീയ ജനാധിപത്യത്തിന്റെ കാലത്ത് നിൽക്കുമ്പോഴും ഈ ജനകീയ ജനാധിപത്യം എന്ന വർത്തമാന സത്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തിരുവിതാംകൂറിന്റെ ജനക്ഷേമ തൽപരമായ ഒരു ഭൂതകാലത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം കുതിക്കുന്നത്. ശ്രീ മഹേഷ് എസ്.എല്ലിന്റെ ഈ ചെറുകുറിപ്പുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ തിളക്കം മാത്രമല്ല, ലാളിത്യത്തിന്റെയും ഒതുക്കത്തിന്റെയും ഒരു തെളിച്ചം കൂടി ഉണ്ട്. അദ്ദേഹം നടന്നും കണ്ടും കേട്ടുമാണ് ഇതെഴുതിയത്. ചരിത്രം എന്നത് ആകാശത്തിൽ നിന്നുള്ള അവലോകനങ്ങളുടേത് മാത്രമല്ല, മുറ്റത്ത് ചെറുജീവികളെ കൊത്തിപ്പറുക്കുന്ന ചവേലാച്ചികളുടെ, കരിയിലാമ്പീച്ചികളുടെ ദൗത്യം കൂടി ചരിത്രത്തിന് പിന്നിലുണ്ട്. ഞാൻ ഈ ചരിത്രരചനയെ എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് കരിയില ചപ്പുകൾ കൊത്തിയിളക്കി അതിൽ നിന്ന് ചെറുജീവികളെ കണ്ടെത്തുന്ന ഒരു കരിയിലാമ്പീച്ചിയുടെ കൗതുകപൂർവമായ എഴുത്തുകളായി കാണുന്നു. ഗരുഡ വീക്ഷണത്തോടൊപ്പം ഈ കരിയിലാമ്പീച്ചിയുടെ നോട്ടങ്ങൾ